നമസ്കാരം. പേരെന്തായിരുന്നു? വിനോദ്. ചേട്ടാ, ഇപ്പൊ ഈ തൃശ്ശൂരിലെ നിങ്ങളടങ്ങുന്ന ഓട്ടോക്കാര് ഫുള്ള് തൃശ്ശൂർ മണ്ഡലം കവർ ചെയ്ത് ഇങ്ങനെ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? ഈ ഓട്ടോറിക്ഷക്കാര് എത്ര ഓട്ടോറിക്ഷക്കാര് ഡെയിലി കാലത്തോട്ട് ഓടുന്നുണ്ടെന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റിനോ കോൺഗ്രസിനോ ഒരാൾക്കും അറിയില്ല. ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ലയില്, കേരളത്തില് ആദ്യമായിട്ടാണ് ഈ ഓട്ടോറിക്ഷക്കാര് ഇങ്ങനെ സഹകരിച്ച് ഓടിയിട്ടുള്ളത്. ഇന്ന് വരെ ഈ തൃശ്ശൂർ ടൗണിൽ ഇത്ര വണ്ടി നൈറ്റില് 2000 ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഒരാളും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു സിനിമാ തിയേറ്ററിൽ കയറാൻ പറ്റില്ല, നല്ലൊരു ഹോട്ടലിൽ കയറാൻ പറ്റില്ല. ഈ ഇങ്ങനെ ഒരു സങ്കല്പം വന്നപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ ഒത്തൊരുമിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ വിജയമാണ്. പത്മജ ഇവിടെ ജയിക്കണം എന്നുള്ളത് ഈ ഓട്ടോറിക്ഷക്കാരനേലും ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയാം. എന്തുകൊണ്ട്? നാട് ഇത്ര പ്രശ്നങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഒരാളും ഓട്ടോറിക്ഷക്കാരെ വിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ വിളിച്ച BJP എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇന്ന് ചേട്ടൻ നോക്കിക്കോ, ഇന്ന് ഇത്രയധികം ഓട്ടോറിക്ഷക്കാര് 4-5 ദിവസമായിട്ട് ഈ ഓട്ടോറിക്ഷക്കാർ മെനക്കെട്ടിട്ട് ഓടുന്നുണ്ടെങ്കിൽ അവര് വീട്ടിലും ഇതേപോലെ അംഗങ്ങളുണ്ട്, അവരും ഇതേപോലെ സഹകരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാ? നാട് മാറണം, അല്ലെങ്കിൽ ഞങ്ങൾ നന്നാവണം. ഞങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാർക്ക് എന്ത് കിട്ടും? ഇന്ന് വരെ ഒരു പാർട്ടിക്കാരും ഓട്ടോറിക്ഷക്കാരെ വിളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്കാര് ഏതെങ്കിലും ഒരു നേതാവ് ചിറിച്ച ബ്ലോക്ക് മാത്രമല്ലാണ്ട് ഈ ഓട്ടോറിക്ഷക്കാരെ കാണാനോ പിടിക്കാനോ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. അപ്പൊ ഇത് തൃശ്ശൂരിൽ ഈ തവണ ഒരു ചരിത്രപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിൽ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളും, തൃശ്ശൂരിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഓട്ടോറിക്ഷ ഓടിയിട്ടുള്ളത്. BJP ഇത്ര വളർന്നു വരണം എന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ട് വളർന്നു വരില്ല. ജനങ്ങളെല്ലാം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു ചേട്ടാ. ഇനി ഇതിനും കൂടുതൽ എന്ത് പഠിക്കാൻ? തൃശ്ശൂർ ടൗണില് ആര് ഭരിച്ചാലും തിരിഞ്ഞു നോക്കില്ല. ഈ തൃശ്ശൂർ ടൗണിന്റെ ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 5 കൊല്ലം മേജർ വർക്ക് ചെയ്തു. ഈ റോഡ് ഇതുവരെ ടാർ ചെയ്തിട്ടുണ്ട് അവര്. ഈ ഓട്ടോറിക്ഷക്കാർക്ക് പോകാൻ പറ്റില്ല. ഇവർ ചെയ്തു വെച്ച പണികളൊക്കെ അങ്ങനത്തെ പണികളാണ്. ഒരു 5 സെന്റ് വീടിന് പെർമിഷൻ കൊടുക്കാണ്ട് അന്ന് ശക്തനില് പരിപാടികളപ്പോ പറഞ്ഞപ്പോ 85 നിലയുള്ള ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുത്തു അയാള്. 5 സെന്റിന് വേണ്ടി കൊടുത്തില്ല. ഇവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. മാറ്റങ്ങൾ ഇല്ലാണ്ട് ഈ BJP ഓപ്പോസിറ്റ് ഒരു പാർട്ടി വരുമ്പോഴാണ് ജനങ്ങൾക്ക് നല്ലത് വരിക. അല്ലാണ്ട് ആ പാർട്ടി തന്നെ ഭരിച്ചു. എന്താണ് ഇവിടെ മാറ്റം? ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, ഇന്ന് വരെ ഞാൻ നല്ലൊരു ജോലി ചെയ്തിരുന്ന ഒരാളാ. ഇന്ന് ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഗതികേട് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം സാധാരണക്കാരനില്ല. ഒരു 100 രൂപ ഇന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് കൂട്ടിയിട്ടുണ്ടാ? ഒരു രാഷ്ട്രീയക്കാരും ഭരിച്ചിട്ട് 100 രൂപ കൂട്ടിയിട്ടില്ല. കൂട്ടാൻ അതിന് സങ്കല്പിക്കൂല. അവര് കൂട്ടുന്നു. അവര് വീടിന്റെ ടാക്സ്, നാടിന്റെ ടാക്സ്, വണ്ടിയുടെ ടാക്സ്. റോട്ടിൽ കൂടെ പോകുന്ന ഏത് വണ്ടി വേണമെങ്കിൽ അവർ തടുക്കും. ഒരു വണ്ടിയും ഒരു ലൈറ്റ് കൂടുതൽ വെക്കാൻ പറ്റില്ല. ഇത് ഈ ഓട്ടോറിക്ഷ ഓടിച്ച എന്ത്? ഇത് ഈ ഓടുന്ന വണ്ടികളൊക്കെ ഡെയിലി വേസിന് ഓടുന്ന വണ്ടിക്കാരാണ് ഞങ്ങള്. ഇത്ര മെനക്കെട്ട് ഓടിയാലും നമുക്ക് ഒന്നും കിട്ടാറില്ല. ചേട്ടാ, ഇപ്പൊ ഈ KM ഷാജി ഈ ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് പറഞ്ഞാണ് മുസ്ലിം ലീഗിന്റെ ഈ UDF അധികാരത്തിൽ വന്നാൽ ഒരു പ്രത്യേക അവരുടെ സമുദായത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുമെന്നും മതമാണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലൊക്കെ വർഗീയ പ്രചരണം നടത്തുന്ന UDF-നോടുത്ത് ജനങ്ങൾ ഏത് തരത്തിലായിരിക്കും തൃശ്ശൂരിലെ ജനങ്ങൾ കാണുക? ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിൽ നിൽക്കുന്നത് BJP-യില് ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാ പാർട്ടിക്കാരുണ്ട്. ഇന്ന് വരെ ഹിന്ദുക്കളെ എന്ന് പറയുന്ന ആൾക്കാര് വർഗീയത പറയാറില്ല. പറയാൻ വെച്ചാൽ ഈ കേരളത്തിൽ ഒന്നും ഉണ്ടാവില്ല. അതല്ലാന്ന് ഏത് പാർട്ടിക്കാർക്ക് അറിയാം. ഇന്ന് വരെ എന്താ കഴുത്തിനൊപ്പം നിൽക്കുന്നത് ഹിന്ദുക്കളാണ്. വർഗീയത പറയല്ല. പാർട്ടി ഓരോ പാർട്ടിക്കാർ വരുമ്പോൾ അവരെ നേട്ടത്തിന് വേണ്ടിയിട്ട് ലീഗ് പറയും. ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിലെ പണ്ട് വിചാരിച്ചിരുന്നത് എന്തായിരുന്നു? ലീഗ് എന്ന് പറഞ്ഞ വലിയ സംഘടനയാണ്. അതിൽ വോട്ട് ചെയ്യുന്നത് ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻസ് വോട്ട് ചെയ്യുന്നുണ്ട്, മുസ്ലിംസ് വോട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 മേഖലയിലുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടാണ് ഇവർ ജയിക്കുന്നത്. മുസ്ലിം ലീഗ് തന്നെ വോട്ട് ചെയ്തിട്ട് ജയിച്ചതല്ല. നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ നിങ്ങൾ ഓട്ടോറിക്ഷയിൽ നമ്മുടെ പത്മജ വേണുഗോപാലിന്റെ ഫോട്ടോ പതിപ്പിച്ച് നാട് മുഴുവൻ നടക്കാണല്ലോ. പ്രതീക്ഷ ഉണ്ടോ ഇത്തവണ? തീർച്ചയായിട്ടും 100% പ്രതീക്ഷയിലാണ് ഞാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൃശ്ശൂരിന് ഒരു MP ഉണ്ട്, തൃശ്ശൂരിന് ഒരു MLA കൂടി വന്നിട്ടുണ്ടെങ്കിൽ പല പദ്ധതികളും ഇവിടെ പ്രാബല്യത്തിലാവാൻ ഉള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ തൃശ്ശൂരിന്റെ വളർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പത്മജ ചേച്ചി ജയിക്കണം, 100% ജയിക്കണം. ഇവിടെ ഉറപ്പ്. ഇവിടുത്തെ നിലവിലെ ഈ കഴിഞ്ഞ MLA ഉണ്ടല്ലോ ബാലചന്ദ്രൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് അഭിപ്രായം? അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഒരാളായിരുന്നു. അയാളുടെ ബാലചന്ദ്രൻ പേര് ആരട്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ശ്രീരാമന്റെയും സീതയ്ക്കും പൊറോട്ടയും ഇറച്ചിയും പാർസൽ കൊടുത്തു, ഒന്ന് പൊതിഞ്ഞു കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു
പ്രചരണമൊക്കെ ആള് ഫേസ്ബുക്കിലൊക്കെ ഇട്ട മനുഷ്യനാ. ഇയാൾ ആരാ ഹിന്ദു ഇതിന്റെ ഓപ്പൺ ചെയ്തത് അയാൾ ആരാന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിനെതിരെ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ, ഒരാള് തൃശ്ശൂരിന് പുറത്തുള്ള ആളാണ്, കോൺഗ്രസിന്റെ മുൻ മേയറാണ്, ഇവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി. അപ്പോ ഈ ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഞങ്ങള് ഈ നമ്മുടെ എന്തായുള്ള പേര് ലീല കൃഷ്ണനെ ഞങ്ങള് ഇതുവരെ ഈ തൃശ്ശൂര് ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഈ ഇലക്ഷൻ കാലത്താണ് അയാൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പ് രാജൻ പല്ലൻ കഴിഞ്ഞ മേയറായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ ഈ MG റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ സ്ഥലം അറ്റാച്ച് ചെയ്ത് എടുത്തിട്ട് പറഞ്ഞ പൈസയും കൊടുക്കാണ്ട് പ്രചരണത്തിൽ മാത്രമേ ഉണ്ടായുള്ളൂ. വീണ്ടും അറ്റാച്ച് ചെയ്ത് എടുത്തത് തിരിച്ച് ആ വീട്ടുകാരനെ എടുക്കണ ഓരോ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ മാറ്റത്തിന് ഇനി പത്മജിച്ച് വരണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഇവിടെ നടപ്പിലാവും, തൃശ്ശൂരിന് വികസനം ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഓട്ടോറിക്ഷക്കാര് ഇങ്ങനെ മുന്നേറി ഈ കാര്യങ്ങൾ ചെയ്യും. എത്ര സ്ഥലങ്ങൾ കവർ ചെയ്തു? ഞങ്ങള് ഈ നിയോജക മണ്ഡലം മുഴുവൻ 2 സെക്ഷനായിട്ടാണ് പോണത്. 40 വണ്ടി ആ സൈഡിലും 40 വണ്ടി ഈ സൈഡിലും, 100 അങ്ങനെയൊക്കെ വണ്ടികൾ ഓടുന്നുണ്ട്. 2-3 ദിവസമായി ഞങ്ങൾ ഓടണത്. ഇന്നത്തോടുകൂടി അവസാനം കലാശക്കോട്ടാണ്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് തൃശ്ശൂർ പ്രതീക്ഷകൾ എങ്ങനെയുണ്ട്? ഞങ്ങള് 100% പ്രതീക്ഷ തന്നെയാണ്. കാരണം നമ്മുടെ സുരേഷ് ഗോപി MP പ്രാവർത്തികമാക്കിയ ആ ഫണ്ട് പോലും ലാപ്സാക്കി കൊണ്ടുപോയാണ്. ലാബ് തുടങ്ങാനായിട്ട് ജില്ലാ ആശുപത്രി ലാബിന്റെ ഇതിനു വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ സുരേഷ് ഗോപിയിൽ നിന്ന് ഫണ്ട് പാസ്സായത് പോലും MLA എന്ന ലാപ്സാക്കി കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള MP-നെ തരം താഴ്ത്തിക്കൊണ്ടാണ് മറ്റ് 2 പാർട്ടിക്കാരും ഇതാക്കുന്നത്. അപ്പോൾ നമ്മുടെ MP-ക്ക് ഒരു കൂട്ടായി നമ്മുടെ പത്മജ ചേച്ചി ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങളായിട്ട് ഓട്ടോറിക്ഷക്കാരായിട്ട് സുരേഷ് ഗോപിനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും മുമ്പ് ഞങ്ങൾ ഓട്ടോറിക്ഷകൾ ഞങ്ങൾ നിരത്തിലിറങ്ങി ഫ്ലക്സ് വെച്ച് ഞങ്ങൾ അന്ന് വർക്ക് ചെയ്തു. അതുപോലെ ഓട്ടോറിക്ഷക്കാരാണ് ഇനി പത്മജയെ വിജയിപ്പിക്കുന്നത്. വിജയം ഉറപ്പാണ്. ഞങ്ങള് ഇനിയുള്ളതെന്ന് പറഞ്ഞപ്പോ ഇന്ന് ഒരു 80ഓളം വണ്ടി 100-100 വണ്ടി ഡെയിലി ഓടുന്നുണ്ട്. ഇനി അടുത്ത തവണ ഞങ്ങള് BMS-ന്റെയും BJP-ന്റെയും ഓട്ടോറിക്ഷകൾ ഞങ്ങള് വിജയിച്ച് ഞങ്ങള് ഇവിടെ വലിയൊരു വിജയം കാഴ്ചവെക്കും. ഞങ്ങൾ തൃശ്ശൂർ പത്മജ ചേച്ചിക്കുള്ളതാണ്. ചേട്ടാ നമസ്കാരം. സാധ്യതകൾ എങ്ങനെയുണ്ട് ചേട്ടാ? സാധ്യത നല്ല ഉറപ്പായിട്ടുണ്ട്. കാരണം എന്താ അങ്ങനെ പറയാൻ ഉറപ്പിച്ചു പറയാൻ കാരണം എന്താ? കാരണം ഈ 2 ടീമും അത്ര ഇതല്ല, വർക്ക് മുന്നോട്ട് പോകണില്ല. ഇതാണ് പ്രചാരണത്തിലൊക്കെ BJP ആണോ മുന്നില്? ആ